ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വൈറൽ ബീഫ് കറിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. വെറും 4 ചേരുവകൾ കൊണ്ട് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വൈറൽ ബീഫ് കറി. ബൈറ്റ്സ് ആൻഡ് ഡ്രിങ്ക്സിലേക്ക് സ്വാഗതം. കുക്കർ നമ്മൾ അടുപ്പത്ത് വയ്ക്കുക, ചൂടാക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ചെറിയ ഉള്ളി, ഞാൻ 1 കിലോ ബീഫിൽ ഒരു 400 ഗ്രാമിനടുത്ത് ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. നല്ലതുപോലെ ചെറിയ ഉള്ളി ഒന്ന് ചൂടാവാനായിട്ട് നോക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടായി അതിൻ്റെ ആ ഒരു കളർ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ, ചെറിയുള്ളി, ഉപ്പ്, മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒന്ന് വാടി വരുന്ന ഒരു പരുവാണല്ലോ. ആ സമയത്തേക്കാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആവശ്യമുള്ളത്. എനിക്ക് നിങ്ങളുടെ പോലെ തന്നെ ഡൗട്ടായിരുന്നു കേട്ടോ, ഇതൊക്കെ ചെയ്യുമ്പോഴും എങ്ങനെയാണ് ഈ ബീഫ് കറി വരാൻ പോകുന്നതെന്നുള്ളത്. ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. അപ്പോൾ നമ്മളുടെ ചെറിയുള്ളി നല്ലതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നു. ഞാൻ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഇടിച്ച മുളകാണ് ചേർത്തേക്കുന്നത്. ഇടിച്ച മുളക് നല്ല എരിവുള്ളതായിരുന്നു. അപ്പോൾ 3 ടേബിൾ സ്പൂണ് നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് വേണം അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഇടിച്ച മുളക് ഇട്ടു, നല്ലതുപോലെ ഇളക്കി. അന്ന് നല്ല ഇളക്കിയ കളറ് ചേഞ്ച് ആവണം കേട്ടോ. ഇതിലാണ് മെയിനായിട്ട് കളർ വരുന്നത്. ഒരുപാട് പേര് കളറ് കിട്ടുന്നില്ല എന്ന് കമൻറ്റ് ഞാൻ വായിച്ചിരുന്നു മറ്റ് പല വീഡിയോസിൻ്റെ അടിയിൽ. അപ്പോൾ ഈ ഒരു കളർ നമ്മൾ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുമ്പോഴാണ് ആ കളർ വരുന്നത്. അതിലേക്ക് നമ്മൾ ആ കളർ മാറിയതിന് ശേഷം കഴുകി വാരി വെച്ചിരിക്കുന്ന ബീഫും കൂടി ചേർക്കുക. ഞാനൊരു 1 കിലോ ബീഫാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല നെയ്യൊക്കെയുള്ള ബീഫാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ബീഫും ചെറിയ ഉള്ളിയും ഇടിച്ച മുളകും ഉപ്പും എല്ലാം നല്ലതുപോലെ മിക്സ് ആവണം കേട്ടോ. നല്ലതുപോലെ ആ ഇടിച്ച മുളക് നമ്മളുടെ കംപ്ലീറ്റ് ബീഫിലായോ നോക്കുക. ദെൻ കുക്കർ അടച്ചു വയ്ക്കുക. ഒരു 4 വിസിൽ, എനിക്കൊരു 4 വിസിൽ വന്ന് അത് ആ ഒരു വിസിൽ മുഴുവൻ എടുത്ത് കളയാതെ തന്നെത്താനെ വിസിൽ പോയതിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നല്ല റെഡ് കളറിൽ നല്ല അടിപൊളിയായിട്ട് ബീഫ് റെഡി ആയിട്ടുണ്ടാവും. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഇത്രയും ഗ്രേവി വേണ്ടാത്തതുകൊണ്ട് ഞാനൊന്ന് ചീനിച്ചട്ടിയിലേക്ക് മാറ്റി. ആ ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളം, ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വെള്ളം ഇറങ്ങിയത് ഞാൻ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറുക്കിയെടുത്ത് നമ്മുടെ പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് ഒരു ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തൂകി ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയത്തിന് ശേഷം ഒന്നെടുത്ത് കഴിച്ചു നോക്കൂ. അടിപൊളിയാണ്. ട്രസ്റ്റ് മീ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് തന്നെയാണിത്. മറ്റ് മസാലകൾ ഇടാത്തതിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നമുക്ക് തോന്നില്ല. എനിക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നേ. പക്ഷെ നമുക്കറിയേയില്ല, ഇങ്ങനെ ബീഫ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥിരമായിട്ടത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കും. ഒരു ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുതിയ ഡിഷുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഫ്രം ബീനി, ബൈറ്റ്സ് ആൻഡ് ഡ്രിങ്ക്സ്.